യോഗ്യമാക്കാൻ പറ്റുമോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യം, ലസ്തു ബി ആകിലിഹി വലാ മുഹർരിമിഹി. ലസ്തു ബി ആകിലിഹി, ഞാനത് ഭക്ഷിക്കുന്നതല്ല, വലാ മുഹർരിമിഹി, എന്നാൽ അതിനെ നിഷിദ്ധമാക്കുന്നുമില്ല. അപ്പൊ ഞാനത് ഭക്ഷിക്കുകയില്ല എന്ന് വിചാരിച്ചത് ഇസ്ലാമിൽ തിന്നാൻ പറ്റാത്ത അല്ലെങ്കിൽ തിന്നൽ യോഗ്യമല്ലാത്ത ജീവികളുടെ ഗണത്തിൽ പെട്ടതാണ് എന്നർത്ഥമില്ല. മറിച്ച് നിങ്ങൾക്ക് അത് തിന്നാൻ യോഗ്യമായ തിന്നാൻ പറ്റുന്ന ആളുകൾക്ക് അത് തിന്നുന്നതിന് തെറ്റില്ല. അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവികളിൽ നമുക്കറിയാം, ഉടുമ്പ് പലപ്പോഴും നമ്മുടെ വീടുകളുടെ സമീപങ്ങളിൽ, കൂടുതൽ കാടുള്ള പ്രദേശങ്ങളിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഈ ഉടുമ്പ് ഉണ്ട് എങ്കിൽ ആ ഉടുമ്പിന് ഭക്ഷിക്കുന്നതിന് തകരാറില്ല, അത് ഭക്ഷ്യയോഗ്യമാണ്. അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ഉടുമ്പിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉടുമ്പിനെ ഞാൻ ഭക്ഷിക്കുകയില്ല, നിങ്ങൾക്ക് ഭക്ഷിക്കാം, ഞാനതിനെ നിഷിദ്ധമാക്കുന്നില്ല. ഇപ്പൊ തെറ്റല്ല, ഉടുമ്പിനെ ഭക്ഷിക്കുന്നത് തെറ്റല്ല, കുറ്റകരമല്ല, അത് അനുവദനീയമാണ്. അപ്പം ഭക്ഷിക്കൽ ഹലാലായ പറ്റുന്നതായ ഒരു ജീവിയിൽ പെട്ടതാണ് ഉടുമ്പ് എന്ന് പറയുന്നത്.